കേട്ടിയോടത്ത് സൊറ പറയാം. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയിട്ടല്ലേ? നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ? അതേപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന അവർക്ക് വേണ്ടി, അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുമാണ്. പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ തന്നെ കവലകളിൽ ഇരുന്നും അതേപോലെ തന്നെ കൂട്ടുകാരുമായി ഒന്നിച്ച് ഇരുന്ന് സംസാരിക്കുന്നൊക്കെ സമയത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഒരുപാട് കണ്ടെത്തി അതിനെ പെരുപ്പിച്ച് കാണിച്ച് നമ്മളിലൂടെ വീണ്ടും തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ഈ എത്തിക്കുന്ന സമയങ്ങളിലൊക്കെ ആ ആൾ നമ്മളായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നാലോചിക്കണം. കാരണം എന്താണെന്നോ, നമ്മുടെ നാട്ടിൽ നിങ്ങളൊക്കെ അറിയുന്ന, ഞാൻ എല്ലാവരും അറിയുന്ന, എന്നും കാണുന്ന ഒരു വ്യക്തി അതേപോലുള്ളൊരു സന്ദർഭത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വേദനാജനകമായിട്ടുള്ള അങ്ങനെയൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, അതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് പ്രദീപ്. ഞാൻ കോട്ടപ്പള്ളയിൽ എല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയാം. ഞാൻ ചായപ്പലഹാരമൊക്കെ വെക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാനിത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെയുള്ളൊരു. ഇവിടെ ഈ വന്നിരുന്ന നോക്കിയപ്പോൾ എൻ്റെ എല്ലാം സെറ്റായ സജ്ജീകരണമുണ്ട്. എത്രയോ ഇന്ത്യയിലേറെ വലിയ വലിയ ആളുകൾ വന്നിരുന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച ഒരു വേദിയാണിത്. ഉള്ളിലുള്ള അനുഭവങ്ങൾ, അതായത് വേദനകൾ, നമ്മൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ, പ്രയാസങ്ങൾ, അതൊക്കെ പങ്കുവെച്ചിട്ട് മനസ്സൊന്ന് ക്ലിയറാക്കുക, അത് നമ്മളാ സത്യാവസ്ഥ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നൊക്കെയാണ് ജാഫർ ഖാൻ്റെ ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. പ്രദീപിനിപ്പോൾ എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ഏതായാലും പ്രദീപിൻ്റെ ആ ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ചളവത്തു നിന്നായിരുന്നു ഞങ്ങൾ ആദ്യം താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ ചളവത്ത് ഞങ്ങൾ താമസം മാറി കോട്ടപ്പള്ളിക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 24 വർഷമായി. 24 വർഷമായിട്ട് ഞാൻ എൻ്റെ ഈ ചായ പലഹാരം കച്ചവടമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇത് തുടങ്ങാനൊരു സാഹചര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ചളവത്തായിരുന്ന സമയത്ത് പല പണിക്കും പോകുന്ന ആളായിരുന്നു. ടാപ്പിങ്ങിന് പോയിട്ടുണ്ട്, ഓട്ടോ ഓടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചളവത്ത് ഞങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ കോട്ടപ്പള്ളിക്ക് മാറേണ്ടി വന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ വാടക വീടെടുത്ത് വാടക വീട്ടിലായിരുന്നു താമസം. അങ്ങനെ ഈ വാടക വീട് താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ടാപ്പിങ്ങിന് പോയിരുന്നു. അതൊരു ഉപജീവനമാർഗം ആണെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ എൻ്റെ അമ്മയാണ് ഇതിന് ഈ കച്ചവടം തുടങ്ങാനുള്ള സാഹചര്യം തുടക്കം പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും കച്ചവടം തുടങ്ങിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, പായസ കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞു. പായസ കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഈ അരി കൊണ്ട് തേങ്ങ ഒക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കി തന്നിട്ട് അത് സൈക്കിളിൽ വെച്ചിട്ട് ഞാൻ ടൗണിലൂടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് തുടക്കത്തിൽ. അന്ന് കോട്ടപ്പള്ളിയിലുള്ള ആളുകൾ എന്നെ ശരിക്കും എല്ലാവരും ആരും അറിയില്ല. ചളവത്തുനിന്ന് എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടി വരിക, അല്ലെങ്കിൽ ചന്തയ്ക്ക് വരിക, സിനിമയ്ക്ക് വരിക, അല്ലാതെ എന്നെ ആരും അറിയില്ല. അങ്ങനെയാണ് എൻ്റെ ഈ കച്ചവടത്തിൻ്റെ തുടക്കം. അപ്പോൾ എന്നെ തോന്നുന്ന ആൾക്കാരൊന്നും അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് ആളുകൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എന്നും പായസം കുടിച്ചു കഴിഞ്ഞാൽ ഒരു മട്ടിപ്പന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പണി ചെയ്ത്, നമുക്ക് പണ്ട് റഷീദ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാൾ ചായയുടെ വിൽക്കുന്ന ആളായിരുന്നു, ചായ സൈക്കിളിൽ കൊണ്ടുവന്ന ആളായിരുന്നു. അയാൾ ചെയ്ത പോലുള്ളൊരു കച്ചവടം, ചായയും പലഹാരമൊക്കെ കൊണ്ടുവന്നാൽ നന്നാവും, ഞങ്ങളൊക്കെ കുടിക്കുക, സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കറണ്ടില്ല. ഇവിടെ തൊട്ട തന്നെ വീട്. അങ്ങനെ കറണ്ടില്ലാത്ത വീട്ടിൽ അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു 250 ഗ്രാം പരിപ്പ് വാങ്ങിക്കൊണ്ട് പോവാം, നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി അമ്മിയും ഇട്ട് അരച്ച് തന്നിട്ട് പരിപ്പോടെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഒരു 1 കിലോളം പരിപ്പ് അമ്മ കുതിർത്തി അമ്മിയിലിട്ട് അരച്ച് തന്നിട്ട്, അതാണ് എൻ്റെ തുടക്കം, കച്ചവടത്തിൽ തുടക്കം. ഞാൻ വാടക വീട്ടിലാണ് നിൽക്കുന്നത്, 400 രൂപ വാടക. അങ്ങനെ ആ കച്ചവടം തുടങ്ങി സൈക്കിളിൽ വെച്ച് തന്ന്, ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങി സൈക്കിളിൽ വെച്ച് ഒരു പലയൊക്കെ വെച്ച് കയറുകൊണ്ടൊക്കെ കെട്ടി ഞാൻ ഫസ്റ്റ് ഈ ചായ പരിപ്പോടെയായിട്ട് കോട്ടപ്പള്ളി ടൗണിലൂടെ വന്ന ആളാണ്. അങ്ങനെ ആ കച്ചവടം തുടങ്ങി. ആളുകൾ എന്നോട് സഹകരിച്ചു. എൻ്റെ കച്ചവടത്തിനോടുള്ളൊരു താല്പര്യമാണ് പറയുക, എൻ്റെ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം, ഇടപഴകലുകൊണ്ടായിരിക്കാം, നമ്മൾ വ്യക്തിത്വത്തെ അറിയുകൊണ്ടായിരിക്കും. എല്ലാവരും ചായ വാങ്ങി കഴിച്ചു. ഒരു ദിവസം ഇങ്ങനെ ഈ 1 കിലോ പരിപ്പ് എന്നുള്ളത് കൂട്ടി അങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിന് തുടക്കം. അമ്മയാണ് ഇതിൻ്റെ ഈ കച്ചവടം തുടങ്ങാനുള്ള ഇതിൻ്റെ മുന്നിലുള്ള ഒരു വഴി കാണിച്ചു തന്നത്. പ്രദീപ് ശരിക്ക് കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം പറഞ്ഞ് തീർത്ത് ഒരു ചോദ്യം എന്നുള്ള രൂപത്തിൽ ചോദിക്കുകയാണ്. പ്രദീപ് വന്നത് ചളവത്തു നിന്നാണ് അല്ലേ? ചളവത്തു നിന്ന് വരാനുണ്ടായ കാരണം എന്താണ്?
അച്ഛൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നു ആകെ ഉള്ളത്. അച്ഛൻ ടാപ്പിംഗ് തൊഴിലാളി. അച്ഛൻ ടാപ്പ് ചെയ്യുമ്പോൾ അച്ഛന് ഒരു സുപ്രഭാതത്തിൽ, ഞങ്ങൾ കുട്ടികളാണല്ലോ, സുപ്രഭാതത്തിൽ അച്ഛന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വീഴാൻ പോക്കും. അത് തുടർച്ചയായി വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസർ വന്ന് അത് ഡോക്ടർ ക്യാൻസർ ഉറപ്പിച്ചു. പിന്നെ വരുമാന മാർഗ്ഗം നിരച്ചു, പട്ടിണി കേട്ടിങ്ങനെ അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ചികിത്സയ്ക്ക് പൈസ അല്ല, ഞങ്ങൾക്ക് ഒരു ജോലി അറിയില്ല. പിന്നെ ഞാനൊക്കെ നിവൃത്തിയില്ല ടാപ്പിംഗ് പഠിച്ചതാണ്. അങ്ങനെയുള്ള സമയത്ത് പിന്നെ അച്ഛന് കിടപ്പിലായി, അച്ഛന് റേഡിയേഷൻ, അങ്ങനെ അച്ഛൻ കിടക്കുകയാണ്, വീട്ടിൽ കിടന്നു. പിന്നെ വേറെ വഴിയില്ല. പിന്നെ ഞാൻ ടാപ്പിങ്ങിന് ഇറങ്ങി. സന്ദീപ് വന്ന് അച്ചിപ്പൻ്റെ വണ്ടിമൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. തലയിലായിരുന്നു ക്യാൻസർ. അങ്ങനെ അച്ഛൻ കടന്ന് കരയും. അപ്പോൾ ഞാനൊരു ദിവസം പറഞ്ഞു, ഈ നമ്മളിപ്പോൾ മില്ലിയാന ബാബുവിൻ്റെ വീടില്ലേ, ഇപ്പോൾ ഫ്ലൈറ്റ് മരുന്ന് നിൽക്കണേ, അവിടെയായിരുന്നു പണ്ടത്തെ ഞങ്ങളുടെ പ്രാർത്ഥനാലയം. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അവിടെ ഓടിട്ട വീട്. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നൊരു കറുത്തൊരു ബോർഡ്, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഒരു പണിയില്ല അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അവിടെ ഒരു ബോർഡുണ്ട്, അവിടെ എങ്ങനെ ചെന്നാൽ എന്തെങ്കിലും കിട്ടുമെന്നാവോ. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എന്തെങ്കിലും കിട്ടും, പൈസ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വഴി കിട്ടുമോ, ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ സന്ദീപും അമ്മയും അവിടെ വന്ന് അവരോട് ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വേലായുധരൻ അച്ഛൻ്റെ പേര്, വേലായുധരനെ കൂട്ടി ഒരു ഞായറാഴ്ച പ്രയറിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു ദിവസം അവിടെ പോയി. അച്ഛനെ നടക്കാൻ അയാളെ കൊണ്ട് ഇരുത്തി, അച്ഛൻ ഇങ്ങനെ കിടക്കും. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു ഇവരുടെ ഒരു അടുപ്പം തോന്നി. അങ്ങനെ സമയത്ത് അച്ഛൻ മരിക്കണു. അച്ഛൻ മരിച്ചിട്ട് പിന്നെ അച്ഛൻ്റെ പേരുള്ള സ്ഥലം വിറ്റ് കള്ളനോട്ട് തീർന്നു, പിന്നെ ജയിലിൽ കൊണ്ടുപോകണു. അങ്ങനെയാണ് ഞങ്ങൾ കോട്ടപ്പള്ളിക്ക് ഇങ്ങനെ വന്നത്. ഇവിടെ വന്നിട്ടാണ്, ഈ വാടക വീട്ടിൽ നിന്നിട്ടാണ് ഇങ്ങനെ ഈ പച്ച പിടിച്ച് കയറി. ശരിക്ക് പ്രദീപിൻ്റെ പിന്നെ അങ്ങനെയുള്ളൊരു ഇത് എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഓക്കെ, പിന്നെ പ്രദീപിൻ്റെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? ഏതുവരെ പഠിച്ച്? എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുള്ളത് SMHS വെള്ളിയഞ്ചേരി സ്കൂളിലാണ്. 1995 എൻ്റെ വിദ്യാഭ്യാസം SSLC കഴിഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ സ്പോർട്സ് കോട്ടയിലൊക്കെ, വെള്ളിയഞ്ചേരി സ്കൂളിലൊക്കെ ഞാൻ സ്പോർട്സിലൊക്കെ ഭയങ്കര സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ വരെ പോയിട്ടുണ്ട്. അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ വരെ പോയ ഞാൻ, എനിക്ക് കല്ലടി MES കല്ലടി കോളേജിൽ അഡ്മിഷൻ കിട്ടി, സ്പോർട്സ് കോട്ടയിൽ. അങ്ങനെ ഞാനൊരു 1.5 വർഷത്തോളം MES കല്ലടി കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു മിലിറ്ററി ടെസ്റ്റിനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ റിക്രൂട്ട്മെൻറ്റിന് പോയി, മിലിറ്ററി ടെസ്റ്റ്. അങ്ങനെ ഒരു മിലിറ്ററി ടെസ്റ്റിൽ ഞാൻ പോയി, അതിൽ എല്ലാം പാസ്സായി. റിട്ടേൺ ടെസ്റ്റിലാണ് ഞാൻ പരാജയപ്പെട്ടത്. അങ്ങനെ എൻ്റെ ഒരു ഭാവി എല്ലാവരും പറഞ്ഞു, ചവളത്തത് ആദ്യത്തെ പട്ടാളക്കാരൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു, അത് ആ ടെസ്റ്റിൽ എൻ്റെ ഫെയിലായി. അതിനുശേഷം പിന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ ഒരു കോളേജിൽ, സ്പോർട്സ് കോട്ടയൊക്കെ ആണെങ്കിലും കോളേജിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. സാഹചര്യങ്ങൾ, അമ്മ ഒറ്റയ്ക്ക് അമ്മയുടെ ജോലി ആയിട്ട്. എനിക്ക് 2 സഹോദരങ്ങളാണ്, ഒരു ഏട്ടനുണ്ട്, ഒരു അനിയുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പ്രദീപ് ഈ ചായ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഗൾഫിലോട്ടൊന്ന് പോയിട്ടുണ്ട് അല്ലേ? ഗൾഫിൽ പോയി പിന്നീട് പെട്ടെന്ന് തിരിച്ചു വരിക ചെയ്തത്. എങ്ങനെയാണത് പോകാൻ കാരണം? എന്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്? അങ്ങനെ ഞാൻ എൻ്റെ ഈ ചായയുടെ ബിസിനസ് തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത്രയും വർഷം കച്ചവടം ചെയ്താലേ, അപ്പോൾ എന്നാൽ ഒരു വീടൊക്കെ വേണ്ടേ, വീടൊക്കെ വേണ്ടേ, വാടകയ്ക്ക് നിന്നപ്പോൾ ഒരല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഗൾഫിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ ഗൾഫിക്ക് പോയി, സൗദി അറേബ്യ പോയി. സൗദി അറേബ്യയിൽ ദമാമിൽ എനിക്കവിടെ നമ്മൾ പിന്നെ മിനറൽ വാട്ടർ വലിയ ബോട്ടിൽ ആ ജോലിയായിരുന്നു. അതിൻ്റെ ഹാർഡ് വർക്കായിരുന്നു അത്. അങ്ങനെ ഒരു ഡിസ്ക് കംപ്ലൈൻ്റ് ഒക്കെ ആയതുകൊണ്ട് അവിടെ ഹാർഡ് വർക്ക് ചെയ്ത് ഡിസ്ക് കംപ്ലൈൻ്റ് ആയി. അങ്ങനെ 1 വർഷം ഞാനവിടെ നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ ബിസിനസ് ആരംഭിക്കുക ചെയ്തത്. അതൊന്നുകൂടി ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്തു, ബിസിനസ് ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ മാറ്റിയിട്ട്, ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളതല്ലേ, സൈക്കിൾ മാറ്റിയിട്ട് ഞാനൊരു സ്കൂട്ടർ എടുത്തു. ആ സ്കൂട്ടർ എടുത്തിട്ട് അതിൽ കറണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നീ കാണുന്ന അലമാരയും കാര്യങ്ങളൊക്കെ ആയിട്ട് വൃത്തിയായിട്ട് നല്ല ഉഷാറായിട്ട് വീണ്ടും ഒന്നുകൂടി ഉഷാറാക്കി എൻ്റെ കച്ചവടം ചെയ്ത് തുടങ്ങി. ശരിക്കും എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരിക്കലെങ്കിലും ഗൾഫിൽ പോകണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് പോന്നു. ശരിക്കും പോകണം. ഒറ്റ പ്രാവശ്യം നമ്മളെന്തായാലും മലയാളീസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പോകണം. വിദേശ രാജ്യങ്ങളിൽ പോയി നിന്ന്
ഒരു പ്രാവശ്യം നിന്ന് പോന്നു കഴിഞ്ഞാൽ നാട്ടിൽ നല്ല രൂപത്തിൽ പണിയെടുത്ത് ജീവിക്കും. എന്തായാലും പോയി റിട്ടേൺ വന്ന് അതിനുശേഷം ആണോ കല്യാണം ഉണ്ടായത്? അത് ഞാൻ ചോദിച്ചില്ല. ഫാമിലിനെ കുറിച്ചൊന്ന് പറയാമോ? അപ്പോൾ ഞാൻ ഈ കച്ചവടം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കല്യാണപ്രായമായി എനിക്ക്. അപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എന്നോട് കല്യാണം നടത്തിയല്ലേ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വളാഞ്ചേരിയിലൊരു കുട്ടിയെ കണ്ട് അങ്ങനെ കല്യാണം നിശ്ചയിച്ചു. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു. ഈ 24 വർഷം കച്ചവടം തുടങ്ങിയെങ്കിലും 20 വർഷം കഴിഞ്ഞ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് 2 പിള്ളേരുണ്ട്. മോന് മൂത്താൾ ആണാണ്, അവൻ ബാംഗ്ലൂർ പഠിക്കുന്നു. മോള് +2 കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ സന്തോഷമായിട്ട് പോകണു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് ഈ നിലയിൽ എത്തിയതിനൊരു കാരണം കൂടി പറയാം. ചളവത്തുനിന്ന് ഞാനിവിടെ വന്നപ്പോൾ എന്നെ ആരും അറിഞ്ഞിരുന്നില്ല. ഇവിടെ ഇത്രയും വർഷത്തെ എൻ്റെ ഈ കച്ചവട മേഖലയിൽ ഞാൻ പല ആളുകൾ ബന്ധപ്പെട്ടു. എല്ലാ കടക്കാരും, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഈ പെട്ടിക്കട മുതൽ ജ്വല്ലറി വരെ എൻ്റെ ചായ ഞാൻ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ, ഈ കോട്ടപ്പള്ളിയിലുള്ള അധികം ആളുകളും ഇന്ന് എൻ്റെ ഫ്രണ്ടുകളാണ്. പ്രദീപ് ശരിക്കും ചളവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ദൂരമുള്ളൂ ചളവെന്ന്. പക്ഷെ എന്നാലും പ്രദീപ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആയി. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വേർഡാണ് അതൊക്കെ. ശരിക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടുകാർ. അങ്ങനെ ആണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രയാസം മനുഷ്യൻ ഏറ്റവും വെറുക്കുകയും വിഷമം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആളുകൾക്ക് ശരിക്കും അറിയാം എന്തായിരുന്നു പ്രശ്നം പ്രദീപിൻ്റെ. ഇത്രയും വർഷം ഞാൻ ഈ കച്ചവടം ചെയ്ത് വളരെ വിശ്വസത്തോടു കൂടിയാണ്. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നല്ല വൃത്തിയോട് കൂടിയും ഉത്തരവാദിത്തോടു കൂടി ഒരു ആൾക്ക് ഈ നമ്മുടെ ഈ പലഹാര ചായ കഴിച്ചിട്ട് ഒരു ഹെൽത്ത് പ്രശ്നം വരരുതെന്നുള്ളവർ ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു കുറച്ച് മാസം മുന്നേ എനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക പ്രയാസകരമായ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവം ഉണ്ടായി. എല്ലാവരും അറിഞ്ഞു കാണും, എന്നാലും ഞാൻ ഒന്നുകൂടി എൻ്റെ വിഷമങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ ഈ കോട്ടപ്പള്ള മുതൽ എല്ലാ കടയിലും, അതുപോലെ ബാങ്കുകൾ, സ്കൂളുകൾ, മദ്രസകളൊക്കെ ചായ പലഹാരം കൊടുക്കുന്നുണ്ട്. ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിൽ, ക്ലിനിക്കുകൾ, ലോഡിങ്ങുകാർ, അതുപോലെ അയൽക്കൂട്ട സ്ത്രീകൾ, കുടുംബശ്രീക്കാർ, ഇങ്ങനെ ഞാൻ എത്താത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ എൻ്റെ ഈ ചായ പലഹാരം കഴിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു കുറച്ച് മാസം മുന്നേ ഈ ഇടത്തനാട്ടുകാരെ കോട്ടപ്പള്ളയിലൂടെയൊക്കെ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രശ്നം വന്ന സമയത്ത് ഹെൽത്തുകാർ നാനാ വിഭാഗം അവരെല്ലാ സ്ഥലങ്ങളും അന്വേഷിക്കാതെ എവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർ കോട്ടപ്പള്ളിയിലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം ശേഖരിച്ചു. അങ്ങനെ അവരത് കൊണ്ട് പരിശോധിച്ചപ്പോൾ എൻ്റെ വീട്ടിലത്തെ വെള്ളത്തിലാണ് അണുക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് കുറച്ച് ദിവസം കച്ചവടം നിർത്തിവെക്കാൻ പറഞ്ഞു. അത് നിർത്തിവെക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അത് വെള്ളം ക്ലിയറായിട്ട് എനിക്ക് കച്ചവടം തുടങ്ങാമെന്നും പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഞാൻ വളരെ ടെൻഷനായിരിക്കുന്ന സമയമാണ്. കാരണം നമ്മുടെ ഉപജീവന മാർഗ്ഗം മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, പഠനം, ലോണുകൾ, വീടിൻ്റെ ലോണ്, കുറേ കടബാധ്യതകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം സുപ്രഭാതത്തിൽ പത്രത്തിൽ, ഞാൻ രാവിലെ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് പത്രത്തിലൊരു എന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വാർത്ത വന്നു. നാനാമ്പള്ളിയാല, എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് നാനാമ്പള്ളി എന്ന സ്ഥലത്താണ്. നാനാമ്പള്ളിയിലെ ഒരു സൈക്കിളിൽ ശീതളപാനീയം വിൽക്കുന്ന ആളുടെ വീട്ടിൽ നിന്നാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞ് അതെന്നെ വളരെ തളർത്തി. സത്യത്തിൽ ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ ഉറവിടം കണ്ടെത്തി എന്ന് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം എല്ലാ വെള്ളവും പരിശോധിച്ചതിൻ്റെ റിസൾട്ട് അല്ല അവർ പറഞ്ഞു. എൻ്റെ വെള്ളം മാത്രം പരിശോധിച്ചതിൻ്റെ റിസൾട്ട് അവർ അതിലൊതുക്കിക്കൊണ്ട് അതെൻ്റെ മേത്തേക്ക് മഞ്ഞപ്പിത്തം എൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ എൻ്റെ ബിസിനസ്സിന് ഇത്രയും വർഷത്തെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും വർഷം വളരെ സന്തോഷകരമായി ഒരു ബിസിനസ് ചെയ്ത ആളാണ്. പക്ഷേ ചുരുങ്ങിയ സമയം എന്താ പറയുക, ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ എനിക്കൊരു മാനസികമായ ചിന്ത വന്നു, ആത്മഹത്യ ചെയ്യണം. ഞാൻ പല ആത്മഹത്യ ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുകളിൽ കയറി, ടവറിൻ്റെ മുകളിൽ കയറി ചാടണമെന്ന് പോലും ആഗ്രഹിച്ച ആളാണ്. അത്രയും മാനസികമായി ഞാൻ തളർന്നൊരു സംഭവം ഉണ്ടായി. കാരണം മക്കളെ പഠനം, ചെലവിന് വേറെ ആരുമില്ല. അപ്പോൾ ഒരു കൊറോണ വന്ന സമയത്തൊക്കെ ഇവിടെ പല വ്യാപാരികളും എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്ത് സാധനമാണ് വന്ന് കൊണ്ടുപോയിക്കോ, എന്ത് വേണമെങ്കിലും വന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ഞാനങ്ങനെ തളർന്നു പോയി. എന്നാൽ എന്നെ ആശ്വസിപ്പിച്ച കുറേ ആളുകളുണ്ട് ഇതിൽ.
പ്രത്യേകിച്ച് എൻ്റെ പിന്നെ സാമ്പത്തികത്തിന് ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിന് പ്രശ്നം വന്നപ്പോൾ മുറ്റത്തൊരു കുഴൽക്കിണറടിച്ച്. അപ്പോൾ അതിനൊരു ഏകദേശം ഒരു 80,000 രൂപയോളം വേണം. ഞാൻ കുറച്ച് കടബാധ്യതയിലായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ അത് അമ്മയുടെ അനിയത്തിക്ക് വിളിച്ച് പറഞ്ഞു, എന്നെ ദീപു എന്ന വീട്ടിൽ വിളിക്കാം. അപ്പോൾ ദീപുവിന് ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ ചെറിയമ്മ എനിക്ക് വിളിക്കുക, എത്ര നിനക്ക് വേണ്ട പൈസ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഇതായി ടെൻഷനായി, കാരണം പൈസ എവിടെ നിന്ന് കിട്ടുകയാണോ. ചെറിയമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര കുഴക്കണം, എനിക്ക് എത്ര പൈസ വേണം പറഞ്ഞു. അപ്പോൾ ചെറിയമ്മ പറഞ്ഞത്, ഞാനൊരു ഒരു മാല തരാം, അതുകൊണ്ട് പണയം വെച്ചിട്ട് നീ വേഗം കുഴക്കണടിച്ച് നിൻ്റെ കച്ചവടം തുടങ്ങുക, അത് നിനക്ക് ഒരു പേടിയും പഠിക്കണ്ട, ഞങ്ങളുണ്ട് നിൻ്റെ അപ്പം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സ്വർണ്ണമാല തന്ന് ഞാനത് പണയം വെച്ചിട്ടാണ് ഈ കുഴക്കിണറടിച്ചിട്ട് അങ്ങനെയാണ് ഇതിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒന്ന് കയറി വരണം എന്നുള്ളൊരു വാശി ഉണ്ടായി. കാരണം ഞാൻ തളർന്നു പോയിരുന്നു. പക്ഷേ കുറേ നല്ല സുഹൃത്തുക്കൾ എന്നെ ഇതിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് എന്നോടിത് വീണ്ടും നീ തുടങ്ങണം, തളരരുത്, കാരണം തളർന്നു പോയാൽ നീ കഴിഞ്ഞു. ഞാൻ നാട് വിട്ട് പോകണം എന്നുള്ള ചിന്തക്ക് കൂടി എനിക്ക് വന്നിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യണം, നാട് വിടണം. പക്ഷേ എൻ്റെ മക്കൾ, എൻ്റെ ഫാമിലി, എൻ്റെ നാട്ടുകാർ. ഞാൻ ഒരു കാര്യം പറയാം, ഈ കോട്ടപ്പള്ള ഞാൻ പല സമയത്ത് ഞാൻ ഈ കോട്ടപ്പള്ള എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു ഹർത്താൽ ദിവസം ഞാൻ ഈ കോട്ടപ്പള്ള മുഴുവൻ ഫോട്ടോ എടുത്തിട്ട് എന്നെ പോറ്റുന്ന എൻ്റെ നാടാണത് ഈ കോട്ടപ്പള്ള. ഈ കോട്ടപ്പള്ളയിൽ ഓരോ കടക്കാരും ഓരോ ആളുകളും എന്നെ അറിയുന്നവരാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ എന്നെ പോറ്റി പുലർത്തുന്ന എൻ്റെ നാട്, ഞാൻ അങ്ങനെ ഒരു ഇത് എഴുതിയിരുന്നു ഫേസ്ബുക്കിൽ. അത്രയും ബന്ധമുള്ളൊരു നാടാണ് ഈ കോട്ടപ്പള്ള. ഞാൻ എവിടെ പറയും അത്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ പറയും എൻ്റെ സ്വർഗ്ഗമാണ് ഈ കോട്ടപ്പള്ള എന്ന്. ഞാൻ എന്നെ പോറ്റുന്ന എൻ്റെ നാടാണ്, എൻ്റെ മക്കളെ പോറ്റുന്ന, എൻ്റെ ഫാമിലിയെ പോറ്റുന്ന. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് എനിക്ക് ഇത്രയൊരു ദുരനുഭവം വന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ പറയുന്നത്, ഞാനൊരു ദൈവവിശ്വാസിയാണ്. എൻ്റെ കഴിവല്ല, ഇത്ര ഈ നിലയ്ക്ക് എത്തിയ ദൈവത്തിൻ്റെ കഴിവ് കൂടിയാണ്. അപ്പോൾ ആളുകളുടെ സപ്പോർട്ട് മാത്രം പോരാ, ദൈവത്തിൻ്റെ ഒരു ഇതുകൂടി വേണം. അങ്ങനെ ആയിട്ട് ഞാൻ ഹെൽത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം, ഹെൽത്തിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, വെള്ളം ക്ലിയറായി കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ, അതൊക്കെ ഹെൽത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ്. കുറച്ച് കടബാധ്യതകൾ ഇതിൻ്റെ പേരിലും വന്നു. കടം വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഈ കച്ചവടം ഒരു മാസത്തിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് എനിക്കിപ്പോൾ തോന്നുന്നു ഇങ്ങനൊരു പ്രതിസന്ധി വന്നത് നല്ലതിനായിരുന്നു. കാര്യം എൻ്റെ പഴയ കച്ചവടത്തിലേറെ കൂടുതൽ കച്ചവടം, ആളുടെ സഹകരണം. എന്നെ അറിയാത്ത ആളുകൾ പോലും, നീയാണോ അന്ന് ഫേസ്ബുക്കിൽ വന്ന ആൾ, നിനക്ക് ഒരു ചായ, ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രശ്നം, നീയാണോ ചായ കുടിക്കുക, ഞാൻ ചായ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അറിയാത്ത ആളുകൾ പോലും എൻ്റെ ചായ വാങ്ങി കഴിക്കുക. അവർക്ക് ആവശ്യമില്ല, എന്നാലും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചായ പലഹാരമായി കഴിക്കുക. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രതിസന്ധി നല്ലതിനായിരുന്നു. കാര്യം എന്നെ അറിയാത്ത ആളുകൾ പോലും എന്നെ സപ്പോർട്ട് കിട്ടി. ഈ കോട്ടപ്പള്ള വീണ്ടും എന്നെ എൻ്റെ കൈകളിൽ എടുത്തു. നമ്മളറിയുന്ന, നമ്മളെന്നും കാണുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ട് കൂടെ നിൽക്കേണ്ട ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, എന്നാലും കുറേ ആളുകൾ നിന്നിട്ടുണ്ട്. കുഴപ്പമില്ല, എന്തായാലും അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നല്ലോ, ഗുഡ്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പ്രോബ്ലം കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ? എങ്ങനെയാണ് ആ വീഡിയോ എടുക്കാൻ കാരണം? അതൊന്ന് പറഞ്ഞു തരുമോ? എന്തുകൊണ്ടാണത്?